ഐശാനി ഗൈസ്, ഐശാനി ട്രാവൽ ഹബ് എന്ന് പറയും. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉള്ള വണ്ടി കൂടിയാണ്. അത് കുറേ പേർക്ക് ഇപ്പോഴും കത്തിണ്ടാവും. ശരിക്കും ഈ വണ്ടീൻ്റെ വീരപുത്ര എന്ന എഡിഷൻ കേൾക്കുമ്പോൾ തന്നെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഐശാനി ട്രാവൽ ഹബ്ബാണ്. അതാണ് നമ്മൾ ഒന്നുകൂടെ വീഡിയോൻ്റെ തുടക്കത്തിൽ ആവർത്തിച്ചത്. നമ്മുടെ നാട്ടിൽ ശരിക്കും തരംഗം സൃഷ്ടിക്കേണ്ടി വന്നൊരു വണ്ടിയാണ്. കാരണം വണ്ടീൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയാലും കിഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറച്ച് പെയിൻ്റ് അടിച്ച് വണ്ടി ഇറങ്ങി കുറച്ച് നാളുകളായിട്ടുള്ളൂ എന്ന് തന്നെ പറയാം നമ്മുടെ ഈ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നത്. അതിനുള്ളിൽ തന്നെ വണ്ടി സോൾഡ് ആക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു വന്നത്. ഈ വണ്ടി കർണാടകയിൽ എത്തിയിട്ട് പോലും ഈ വണ്ടീൻ്റെ നെയിം മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ സെയിമാണ്. പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ പ്രത്യേകത. ഓടി ഫ്രണ്ടിൽ വന്നൊരു വണ്ടിയായിരുന്നു ഗൈസ് ഇത്. ഏകദേശം നോക്കുകയാണെങ്കിൽ 2010 മോഡൽ വണ്ടി ആവാനാണ് ചാൻസ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തത് നമ്മുടെ പ്രകാശല്ല, നമ്മുടെ പ്ലാമിറ്റത്ത് ബസ് റീസ്റ്റോറേഷനാണ്. പക്ക 100% ഒരു സെഡ് ഓൺ ലുക്കിൽ എത്തിച്ചത് നമ്മുടെ പ്ലാമിറ്റത്ത് ബസ് റീസ്റ്റോറേഷനാണ്. എങ്ങനെ ഒരു സെഡ് ഓൺ പ്രകാശത്തിന് ഇറങ്ങുന്നോ അതുപോലെയാണ് ആ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് എത്തിച്ചതെന്ന് തന്നെ പറയാം. കാരണം വലിയൊരു കയ്യടിയാണ് കൊടുക്കേണ്ടത്. കാരണം പെർഫെക്ഷൻ നിങ്ങൾക്ക് ബാക്ക് സൈഡ് നോക്കിയാലും ഫ്രണ്ട് സൈഡ് നോക്കിയാലും മനസ്സിലാവാം. ആ കാലത്ത് തന്നെ വണ്ടി പണിത് സെറ്റാക്കി കൊടുത്തത് പ്ലാമിറ്റത്താണ്. അങ്ങനെ വണ്ടിയെല്ലാം ഇറങ്ങി സെറ്റാക്കി. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കളർ കോഡ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ വണ്ടിയിൽ പക്ക പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയാം. വണ്ടി സോൾഡ് ആക്കേണ്ടി വന്നു.